നമസ്കാരം. നമുക്കറിയാം, ജോർജ് ബുഷിൻ്റെ കാലത്ത് ഇറാഖ് യുദ്ധം നടന്നപ്പോൾ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ബാക്കി അവശേഷിച്ചതും കൂടി നശിച്ചുപോയി. ബാബിലോണിയൻ നഗരം നമുക്ക് ബൈബിളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു നഗരമാണ് ബാബിലോണിയൻ സംസ്കാരവും അവിടെ ഇല്ലാതായി. അത് ഇറാഖിൻ്റെ സർവ്വനാശത്തിന് വഴിതെളിച്ചു. അതുപോലെയാണ് ഇപ്പോൾ ഇറാനും ഇസ്രയേലും അമേരിക്കയും കൂടെയുള്ള യുദ്ധവും. അതിൻ്റെ പ്രത്യേക കാരണങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. ഈ ലോകത്ത് ഏറ്റവും ദുരിതം അനുഭവിച്ച ജനങ്ങളാണ് ജൂതന്മാർ. അവർക്ക് ഇനിയെങ്കിലും ഒരു രാജ്യം അവർ കെട്ടിപ്പടുത്തി. അവരുടെ മനഃശക്തി കൊണ്ടും അവരുടെ കൂട്ടായ്മ കൊണ്ടും ഒരു ചെറിയ രാജ്യം അവർ കെട്ടിപ്പടുത്തു. അത് മാത്രമല്ല, ഒത്തിരി ബുദ്ധിമാന്മാരായിട്ടുള്ള അവർ നല്ലൊരു സിറ്റിയും നല്ലൊരു രാജ്യവും പടുത്തു. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ആയുധശേഖരങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടത്തി. അപ്പോൾ അങ്ങനെ അവർ സമാധാനപരമായി ജീവിച്ചു പോകുമ്പോൾ അവരെ ആക്രമിക്കുന്ന ആരായാലും അവരെ നശിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതിന് കൂട്ടായാണ് സ്വന്തം താല്പര്യങ്ങളുണ്ടെങ്കിൽ പോലും അമേരിക്ക കൂട്ടുനിന്നത്. നോക്കൂ, നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലും നമുക്ക് വേണ്ട രാജ്യമാണ്. നമുക്ക് ആയുധങ്ങൾ നൽകുന്നത് ഇസ്രയേലാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഓടിയെത്തുന്നതും ഇസ്രയേലും റഷ്യയുമാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഈ ഡോളറിൻ്റെയും അതുപോലെ എണ്ണയുടെയും ഒക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മളെ സഹായിച്ചത് ഇറാനുമാണ്. ഇറാനുമായിട്ടും ഇസ്രയേലുമായിട്ടും ഒരുപോലെയുള്ള ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇന്ത്യക്ക് ഒരു ചേരിചേരാ നയം അല്ലാതെ ഒന്നിലേക്കും ചെടുത്തു ചാടാനുള്ള ഒരു അവകാശം ഇവിടെയില്ല. കാരണം രണ്ട് രാജ്യങ്ങളും വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ജൂത എന്ന് വിളിച്ച് മോഡി ഡാൻസ് കളിക്കുന്ന ഇതൊക്കെ ഇട്ട് നിങ്ങൾ കളിയാക്കുമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവിടെ സുന്നി മുസ്ലിംസാണ് കൂടുതൽ. അവർക്ക് ഏറ്റവും സുരക്ഷയുള്ള രാജ്യം എന്നും പറയാമെന്നുള്ള രാജ്യം, ഇങ്ങനെ മോഡിയെ കളിയാക്കി നൃത്തം ചെയ്യിക്കാമെന്നുള്ള രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വേറൊരു ഇസ്ലാം രാഷ്ട്രത്തിൽ പോയി ഇതുപോലെ നോക്കൂ, ഒരു രാഷ്ട്രത്തലവനെ ഇങ്ങനെ പരിഹസിച്ച് നോക്കൂ, അപ്പോഴറിയാം നിങ്ങൾക്കതിൻ്റെ ഫലം. പിന്നെ ഇവിടുത്തെ ചാനലുകൾ, പ്രത്യേകിച്ചും പെയ്ഡ് ചാനലുകൾ, അതായത് പേയ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എന്തൊക്കെയോ പടച്ചുവിടുന്ന ചാനലുകൾ, അവർ ചെറിയ കാര്യങ്ങളെ തന്നെ പ്രേതകഥകൾ പോലെ വളരെയധികം എക്സാജറേറ്റ് ചെയ്ത് ഇവിടെ പ്രവാസികളുടെ അച്ഛനമ്മമാരെയും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും ഒക്കെ പേടിപ്പിക്കുന്നു. 2 ദിവസമായിട്ട് ഇതാണ് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി ഞാൻ ഇന്നലെ മുഴുവൻ ഇൻ്റർനാഷണൽ ചാനലുകളാണ് കണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവിടെ നമ്മൾ കാണുന്ന ഗൾഫ് കൺട്രീസ്, അതായത് ഖത്തറാണെങ്കിലും അതുപോലെ തന്നെ ഒമാനാണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ബഹ്റിനാണെങ്കിലും UAE ആണെങ്കിലും സൗദി ആണെങ്കിലും ഒക്കെ അവിടുത്തെ ഭരണാധികാരികൾ നമ്മൾ ഇന്ത്യക്കാർ പറയുന്നത് പോലെ അതിഥി ദേവോ ഭവ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവിടെ വന്ന് താമസിക്കുന്ന ഓരോ പ്രവാസിയും അല്ലെങ്കിൽ വേറെ രാജ്യക്കാരനും അവർക്ക് സ്വന്തം രാജ്യക്കാരെ പോലെ തന്നെയാണ്. അവരുടെ സുരക്ഷയിലാണ് അവിടുത്തെ ഭരണകർത്താക്കളുടെ ശ്രദ്ധ മുഴുവൻ. അവർക്ക് നല്ല അവിടെ മുഴുവൻ അമേരിക്കൻ എയർ സ്പേസുകളുണ്ട്. വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ അവർക്കറിയാം. അതിനുള്ള യുദ്ധസന്നാഹവുമുണ്ട്. അതിനുള്ള നല്ല ഭരണകൂടങ്ങളും അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാരെ, ഈ വയസ്സായ അച്ഛനമ്മമാരെയൊക്കെ ഈ പേടിപ്പിച്ച് ഹാർട്ട് അറ്റാക്ക് വരുത്തി അവരെ കൊല്ലാതിരിക്കുക. കൊറോണ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, എല്ലാവരെയും കൂടെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചപ്പോൾ എന്ത് പറ്റി? അവർക്കും ജോലിയില്ലാതായി, അവർക്കൊരു സർക്കാരിൻ്റെ സഹായവും കിട്ടിയില്ല. ഇവിടെ ഇല്ലാത്ത തൊഴിലില്ലായ്മയുടെ കൂടെ അവരും കൂടെ വന്നുകൂടിയപ്പോൾ എന്ത് ഉണ്ടായെന്നറിയാമല്ലോ. പലരും തിരിച്ചു പോയിട്ടില്ല കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുകയാണിപ്പോൾ. ആ ഒരു അവസരം ഉണ്ടാക്കരുതേ. നിങ്ങളുടെ ചാനലിൻ്റെ പ്രൊമോഷന് വേണ്ടി നിങ്ങളില്ലാത്ത വാർത്തകൾ കൊടുക്കരുത്. യൂട്യൂബുകാരും അങ്ങനെ മത്സരിച്ച് വാർത്ത കൊടുക്കുകയാണ്. അവിടെ അങ്ങനെ നടക്കുന്നു, സ്ഫോടനം നടക്കുന്നു, അതിൻ്റെ പുറത്തൂടെ നടക്കുന്നു, തീ പിടിക്കുന്നു, ഒന്നും അവിടെ നടക്കുന്നില്ല. അവിടെ സാധാരണ പോലെയാണ് ജനങ്ങൾ സഞ്ചരിക്കുകയും അവിടെ പ്രവൃത്തികൾ ചെയ്യുന്നത്. അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോയമ്പ് കാലമാണ്. അതനുസരിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർ വളരെ ബുദ്ധിപൂർവമായിട്ട് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷനുണ്ട്, ഞങ്ങളെ രക്ഷിക്കാൻ ഇവിടുത്തെ ഭരണകൂടമുണ്ടെന്നുള്ള ഒരു ധാരണയിൽ തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദുബായിലും അതുപോലെ മറ്റ് വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ജനങ്ങൾ സാധാരണ രീതിയിൽ ജോലി ചെയ്യുകയാണ്. പിന്നെ ഒരു പ്രിക്കോഷൻ, ചിലപ്പോൾ ഒരു അലാം വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ഒളിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് എന്ത് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഗവൺമെൻറ്റിനറിയാം. അവർ നോക്കിക്കോളും. നിങ്ങൾ വാർത്തക്കാർ, പ്രത്യേകിച്ചും വലിയ വലിയ ചാനലുകാർ, നിങ്ങൾ അവരെ പേടിപ്പിക്കാതെ, ഇവിടെയുള്ളവരെ പേടിപ്പിച്ച് കൊല്ലാതെ, അവരിങ്ങോട്ട് വരാനായിട്ട് ഈ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും ഒക്കെ നിർബന്ധം പിടിക്കും. ഇവിടെ പകുതി പണിഞ്ഞ വീടുകളും പകുതി ആയ കുട്ടികളുടെ വിദ്യാഭ്യാസവും ഒക്കെ
നോക്കാതെ അവരിങ്ങോട്ട് തിരിച്ചു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾക്ക് കൊടുക്കാൻ ജോലിയുണ്ടോ? ഇവിടുത്തെ യുവാക്കൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് ജോലിയുണ്ടോ? ഇവിടെ വ്യവസായമുണ്ടോ? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഘോരഘോരം നിങ്ങളുടെ ചാനലിൻ്റെ പ്രൊമോഷന് വേണ്ടി ഇങ്ങനെ കിടന്ന് അലറുന്നത്? അവിടെ എല്ലാവരും സേഫാണ്. സേഫ് അല്ലാത്തൊരു സമയം വരുമ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റിനറിയാം കേട്ടോ. ഈ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ എല്ലാ ഭരണാധികാരികൾ വളരെയധികം സെൽഫ്ലെസ്സായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഇവിടുത്തെ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അല്ല മുസ്ലിം ആണെങ്കിലും ഒരുപോലത്തെ കണ്ണുകൊണ്ട് കണ്ട് അവർ ഒരുപോലത്തെ സുരക്ഷ നൽകുന്ന ഭരണാധികാരികളാണ്. അവർ സ്വന്തം കീശ വീർപ്പിക്കാൻ നോക്കുന്ന ആരും അവിടെ ഇല്ല. മാത്രമല്ല ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് അവർ നല്ല സൗഹൃദത്തിലുമാണ്. ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നേരത്തെ അറിയുകയും അതിനുവേണ്ട പ്രിക്കോഷൻസ് എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ചാനലുകാരെ നിങ്ങളൊന്ന് നിർത്ത്, വായടയ്ക്ക്. ഇവിടുത്തെ ആൾക്കാർ ജീവിച്ചു പോട്ടെ, ഇവരെ കൊല്ലരുതേ.